നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സർവേകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും അവർ സർവേ ഫലങ്ങൾ നടത്തുന്നുണ്ട്, അത് പുറത്തുവിടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള പല സർവേ ഫലങ്ങളിലെല്ലാം തന്നെ LDFന് കാര്യമായ വിജയവും സീറ്റും ലഭിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നതെന്നാണ് നാട്ടുകാർക്ക് സംശയമുണ്ടെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയാണ് സർവേ ഫലം പുറത്തുവിടുന്നത്. പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്നാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പല സർവേ ഫലങ്ങളും പുറത്തു വന്നപ്പോൾ 20 മണ്ഡലങ്ങളിലും പലതിലും LDFന് കാര്യമായ വിജയം നേടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശതമാന കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ LDF താഴോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചാണ് മാതൃഭൂമി ന്യൂസ് ഫലം പുറത്തുവിട്ടത്. തൃശൂരിൽ K മുരളീധരൻ 34% വോട്ടുകൾ നേടുമെന്നാണ് പ്രവചനം. ആദ്യഘട്ട സർവേയിൽ ഒന്നാമതായിരുന്ന VS സുനിൽകുമാർ 32%വുമായി രണ്ടാമതെത്തിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 31% വോട്ട് നേടുമെന്നും സർവേ ഫലമുണ്ട്. ഇതോടെ തൃശൂരിൽ ത്രികോണ മത്സരം ഉറപ്പിച്ചു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 41% വോട്ട് പ്രവചിക്കുമ്പോൾ 40% വോട്ടുകളുമായി C അരുൺകുമാർ തൊട്ടു പിന്നിലുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് 34% വോട്ട് പ്രവചിക്കുമ്പോൾ 33% വോട്ടുകളുമായി V ജോയിയും 29% വോട്ടുകളുമായി V മുരളീധരനും തൊട്ടു പിന്നാലുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 60% വോട്ട് സ്വന്തമാക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടിപതറുമെന്നാണ് സർവേ പ്രവചനം. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനാണ് വിജയസാധ്യത. ഈ ഫലങ്ങളൊക്കെ കണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഹാലിളക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഇത് പെയ്ഡ് ന്യൂസ് ആണോ എന്നുള്ള രീതിയിൽ തിരിച്ചടിച്ചിട്ടുള്ളത്. അതേസമയം KK ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം ശുദ്ധ തെമ്മാടിത്തരമാണെന്നും അദ്ദേഹം വിമർശിച്ചു. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണമെല്ലാം ശുദ്ധ തെമ്മാടിത്തരമല്ലേ? ഇത്തരം തെമ്മാടിത്തരങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളതാണോ? ഇതിനെതിരെ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചാരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയെ അല്ല അത് വെല്ലുവിളിക്കുന്നത്. അത്തരം ആളുകളെയും അവരുടെ ചെയ്തികളെയും ആ ശൈലിയെയും തള്ളിപ്പറയാൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDFന് വ്യക്തമായ നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. സ്വന്തം പാർട്ടിയെയും മുസ്ലിം ലീഗിന്റെയും പതാക ഉയർത്തി വോട്ട് ചോദിക്കാൻ അവർക്കാകുന്നില്ല. BJP എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മത്സരം അധികാരത്തിന് വേണ്ടി മാത്രമായി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് അവസാനിക്കുന്നില്ല. കേരളത്തിലും ഇത് തുടങ്ങിയതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് VC ആയ ആളാണ്. കണ്ണൂർ, പത്തനംതിട്ട, അതുപോലെ എറണാകുളം, മാവേലിക്കര മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ UDFന്റെ സംഭാവനകളാണ്. BJPക്ക് കേരളത്തിൽ 4-1 സ്ഥാനാർത്ഥികളെ നൽകിയതും UDF ആണെന്നും അദ്ദേഹം പറഞ്ഞു.